യെസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വിസ്ഡം ടൂത്ത് സർജറി ചെയ്യുന്നത് എന്തിനാന്നുള്ളതാണ്. എന്താണ് വിസ്ഡം ടൂത്ത്? വിസ്ഡം ടൂത്ത് പറഞ്ഞാൽ നമ്മുടെ മോണയുടെ ഏറ്റവും അറ്റത്ത് വരുന്ന പല്ലുകളാണ് വിസ്ഡം ടൂത്ത്. അതൊരു 16 മുതൽ 30 ദിവസത്തിനിടയിലാണ് ആ പല്ല് വരാറ്. പലപ്പോഴും പല ആളുകളിലും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത് മോണയുടെ ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അത് തൊട്ടടുത്തുള്ള പല്ലില് കേടുണ്ടാക്കി ആ പല്ല് റൂട്ട് കനാൽ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു പല്ലാണ്. പ്രത്യേകിച്ച് കടിക്കാൻ ഉപയോഗിക്കാൻ കഴിയാത്തൊരു പല്ല് കൂടിയാണ്. കാരണം മിക്കവാറും അറ്റത്തെ പല്ലുകൾ ചരിഞ്ഞിരിക്കാൻ, ഈ വിസ്ഡം ടൂത്ത് എന്ന് പറയുന്ന പല്ലുകൾ ചരിഞ്ഞാണ് ഇരിക്കാറ്. അതുകൊണ്ട് തന്നെ ചവക്കാൻ അത്ര പ്രയോജനം കിട്ടാത്തൊരു പല്ലും കൂടിയാണ്. എന്തുകൊണ്ടാണ് ഈ പല്ല് സർജറി ചെയ്ത് എടുക്കണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ പല്ലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഈ പല്ല് എടുത്താലേ മാറുകയുള്ളൂ. അല്ലാതെ മറ്റൊരു പോകുമ്പോൾ റൂട്ട് കനാൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഈ പല്ലിനില്ല. കാരണം വേരുകൾക്ക് അമിതമായിട്ടുള്ള വളവുണ്ടാവും. അതുകൊണ്ട് റൂട്ട് കനാൽ പോസിബിൾ ഇല്ല പലപ്പോഴും. പിന്നെ അതിന്റെ മുകളിലുള്ള മോണയുടെ ഇൻഫെക്ഷൻ അത് ഈ പല്ല് എടുത്താലേ മാറുള്ളൂ. ബാക്കി എന്ത് ചെയ്താലും അത് മാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ മുമ്പിലുള്ള പല്ലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ടാണെങ്കിൽ ഈ പല്ല് എടുത്ത് കളഞ്ഞേ പറ്റുള്ളൂ. സാധാരണ പല്ല് പറിക്കുന്ന പോലെ പറിക്കാൻ കഴിയാത്തൊരു പല്ലാണ് ഈ വിസ്ഡം ടൂത്ത് എന്ന് പറയുന്നത്. പീസോ സർജിക്കൽ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സർജിക്കൽ മെഷീൻ ഉപയോഗിച്ചാണ് ഈ പല്ലിന്റെ ചുറ്റുമുള്ള എല്ല് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ പല്ല് പുറത്തേക്ക് എടുക്കാറ്. പലപ്പോഴും ഈ പല്ല് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വേണം പുറത്തേക്ക് എടുക്കാനായിട്ട്. മറ്റൊരു കാര്യം, ഈ പല്ലിന്റെ അടിയിൽ ഒരു നെർവ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഈ നെർവിന് ഒരു ഡാമേജും വരാത്ത രീതിയിലും കൂടി വേണം ഈ പല്ല് പുറത്തേക്ക് എടുക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സർജറിയിലൂടെ മാത്രമേ, സർജറി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പല്ലിന്റെ ചുറ്റുമുള്ള എല്ല് കട്ട് ചെയ്ത് എടുക്കുന്ന രീതിയാണ്. ഈ സർജറിയിലൂടെ മാത്രമേ ഈ പല്ല് പുറത്തേക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ.